ഹലോ, ഇന്ന് ഞങ്ങളുടെ കസിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ്. അതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ വഴിക്കടവാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് പോവുമായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ നിന്ന് ഏകദേശം 2.5-3 മണിക്കൂറോളം സമയം എടുക്കും അങ്ങോട്ട് എത്താൻ. നിലമ്പൂർ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പോകാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു 5 മണി ആ സമയമൊക്കെ ആയപ്പോൾ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി കൊടുത്തു. കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡ്രസ്സ് കൊടുക്കുന്ന ആ ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 9 മണിയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി ഇരുന്നിട്ടുള്ളൂ. ഞങ്ങൾ അവിടെ ഏകദേശം ഒരു 10:30 ആയപ്പോഴേക്കും ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വേറൊരു കസിനാണ്, ശ്രീകുട്ടി എന്നാണ് പേര്. അപ്പോൾ അവൾക്ക് ചെറിയ മോനുണ്ട്. അപ്പോൾ കുട്ടിക്കുള്ള ഫുഡൊക്കെ കൊടുക്കുകയായിരുന്നു. നേരത്തെ അവിടെ നിന്ന് പോകുന്നതുകൊണ്ട് അധികം അങ്ങനെ ഫുഡൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മളവിടെ നിന്ന് വേഗം ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അധികം വീഡിയോസൊന്നും എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ മക്കളുള്ളതുകൊണ്ട് അവരെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് വീഡിയോസും ഫോട്ടോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ എല്ലാവർക്കും പോയി വന്നതിൻ്റെ ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ റിലേറ്റീവ്സ് എല്ലാവരും ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. കുട്ടികളൊക്കെ ഇങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് രാത്രിക്കുള്ള ഫുഡൊക്കെ എല്ലാവർക്കും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോന്നു. കാരണം പിറ്റേ ദിവസമാണ് ഇനി റിസപ്ഷൻ ഉള്ളത്. കിച്ചൺ എല്ലാവർക്കും ഉള്ള ചെയറൊക്കെ റെഡിയാക്കി വെക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകും.